ആകാശവാണി. നമസ്കാരം. വനമഹോത്സവം പ്രകൃതി സംരക്ഷണത്തിനായുള്ള ജനകീയ ഉത്സവം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ജൂലൈ 1 മുതൽ 7 വരെ ഇന്ത്യയിൽ ദേശീയ വൃക്ഷത്തൈ നടീലോത്സവമായ വനമഹോത്സവം ആഘോഷിക്കുന്നു. വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അവ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. 1950-ൽ അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യമന്ത്രിയായിരുന്ന KM മുൻഷിയാണ് ഈ മഹത്തായ സംരംഭം ആരംഭിച്ചത്. 7 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വനമഹോത്സവത്തിന് പ്രാധാന്യമേറുകയാണ്. ആഗോളതലത്തിൽ നാം ഇന്ന് നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യനാശം, വർദ്ധിച്ചുവരുന്ന പരിസ്ഥിതി മലിനീകരണം എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത്തരം ജനകീയ കൂട്ടായ്മയ്ക്ക് വലിയ പങ്കുണ്ട്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. കൂടാതെ മഴയെ നിയന്ത്രിക്കുക, മണ്ണൊലിപ്പ് തടയുക, ഭൂഗർഭജലം നിലനിർത്തുക, ദശലക്ഷക്കണക്കിന് സസ്യ ജന്തുജാലങ്ങൾക്ക് അഭയകേന്ദ്രമൊരുക്കുക എന്നിവയും വനങ്ങളുടെ ധർമ്മങ്ങളാണ്. ആദിവാസി സമൂഹങ്ങളുടെയും വനവിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെയും ഉപജീവന മാർഗം കൂടിയാണ് വനങ്ങൾ. എന്നാൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, വനനശീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം എന്നിവ പല പ്രദേശങ്ങളിലും വനവിസ്തൃതി ക്രമാനുഗതമായി കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. മരം നട്ടുപിടിപ്പിക്കുക എന്നത് കേവലം ഒരു പരിസ്ഥിതി പ്രവർത്തനം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് വനമഹോത്സവം പോലുള്ള പരിപാടികൾ. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി കാലാവസ്ഥാ വ്യതിയാനം മാറിയിരിക്കുന്നു. ആഗോള താപനില വർധന, കഠിനമായ ഉഷ്ണതരംഗങ്ങൾ, ക്രമരഹിതമായ മഴ, പ്രളയം, വരൾച്ച, ഉരുൾപൊട്ടൽ എന്നിവ ഇന്ന് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അടുത്ത കാലത്തായി അഭൂതപൂർവമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ട്. കാർബൺ സിങ്കുകളായി പ്രവർത്തിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ വനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിലൂടെ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കാൻ അവയ്ക്ക് സാധിക്കുന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതും നശിച്ചുപോയ വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രകൃതിദത്ത മാർഗങ്ങൾ. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ ചൂട് കുറയ്ക്കാനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നയപരമായ പ്രതിബദ്ധത, ഗവേഷണങ്ങൾ, പൊതുജന പങ്കാളിത്തം എന്നിവയുടെ സംയോജനം പരിസ്ഥിതി പുനഃസ്ഥാപനത്തെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചതായി ലോക മരുഭൂവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. 2030 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകം 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിച്ചതായും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. हम पूरी तरीके से अपने मंत्रालय की प्रतिबद्धता माननीय प्रधानमंत्री जी ने जो COP 2014 की दिल्ली डिक्लेरेशन के समय में करी थी कि हम 26 मिलियन हेक्टेयर को 2030 तक एक तरीके से रेस्टोरेशन का काम करेंगे। भारत सरकार अपने ग्रीन इंडिया मिशन में लगभग 1.7 लाख हेक्टेयर जमीन का कार्य हमने किया है और कैंपा के समर्थन से भी पिछले 5 वर्षों में 3.2 लाख हेक्टेयर का हम लोगों ने फॉरेस्टेशन करने का काम किया है। ഇന്ത്യയിലുടനീളമുള്ള വനങ്ങൾ സംരക്ഷിക്കുന്നതിനും ഹരിതാഭ വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനായുള്ള ദേശീയ കർമ്മ പദ്ധതിക്ക് കീഴിലെ 8 ദൌത്യങ്ങളിലൊന്നായ ദേശീയ ഹരിത ഭാരത ദൌത്യം 2014 ആരംഭിച്ചു. വനപ്രദേശങ്ങൾ പുനഃസ്ഥാപിക്കുക, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം പ്രാദേശിക ജനങ്ങൾക്ക് ഉപജീവന മാർഗങ്ങൾ സൃഷ്ടിക്കുക എന്നിവ പദ്ധതി ലക്ഷ്യമിടുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ വനവൽക്കരണവും പാരിസ്ഥിതിക പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2000-ന് ശേഷം ആവിഷ്കരിച്ച ദേശീയ വനവൽക്കരണ പരിപാടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ ഊർജ്ജസ്വലമായാണ് നടപ്പാക്കി വരുന്നത്. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ കാംപ പദ്ധതി വനഭൂമി മറ്റാവശ്യങ്ങൾക്കായി മാറ്റുമ്പോൾ ഈടാക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് വനവൽക്കരണത്തെയും വനപുനരുജ്ജീവനത്തെയും പിന്തുണയ്ക്കുന്നു.
നഗരങ്ങളിലെ പരിസ്ഥിതി ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പൌരന്മാർക്ക് വിനോദ മേഖലകൾ ഒരുക്കുന്നതിനുമായി നഗര വനങ്ങളുടെയും ഹരിത ഇടങ്ങളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് നഗർ വൻ യോജന. പാരീസ് കരാറിന് കീഴിലുള്ള വാഗ്ദാനങ്ങളുടെ ഭാഗമായി വനങ്ങളുടെയും മരങ്ങളുടെയും വിസ്തൃതി വർദ്ധിപ്പിച്ച് അധിക കാർബൺ സിങ്ക് സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാർ ഏറെ മുന്നിലാണ്. ഏക് പേഡ് മാ കെ നാം, മാതൃത്വത്തിന്റെ സ്നേഹത്തിലൂടെ പ്രകൃതി സംരക്ഷണം എന്നത് ഇന്ന് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാകുകയും നിരവധി ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത പരിസ്ഥിതി സംരക്ഷണ സംരംഭമാണ്. ഭൂമിയുടെ ജീവനാഡിയാണ് വനങ്ങളും മരങ്ങളും. എന്നാൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ഒരു വ്യക്തിപരമായ ബന്ധമില്ലാത്തതിനാൽ പലപ്പോഴും ഇത്തരം പദ്ധതികൾക്ക് വലിയ തുടർച്ച ഉണ്ടാകാറില്ല. ഈ വിടവ് നികത്തിക്കൊണ്ടാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ഏക് പേഡ് മാ കെ നാം എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിപ്ലവകരമായ ഹരിത ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. കേവലം ഒരു വനവൽക്കരണ പദ്ധതി എന്നതിനപ്പുറം മനുഷ്യന്റെ ഏറ്റവും തീവ്ര വികാരമായ മാതൃസ്നേഹത്തെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചു. ന്യൂഡൽഹിയിലെ ബുദ്ധജയന്തി പാർക്കിൽ ഒരു ആൽമരത്തൈ നട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഭൂമി മാതാവിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ സ്വന്തം അമ്മയോടുള്ള ആദരവുമായി മനോഹരമായി കൂട്ടിച്ചേർക്കുന്ന ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ മൻ കി ബാത്തിൽ ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. मैंने सभी देशवासियों से, दुनिया के सभी देशों के लोगों से ये अपील की है कि अपनी माँ के साथ मिलकर या उनके नाम पर एक पेड़ जरूर लगाएं। और मुझे ये देखकर बहुत खुशी है कि माँ की स्मृति में या उनके सम्मान में पेड़ लगाने का अभियान तेजी से आगे बढ़ रहा है। लोग अपनी माँ के साथ या फिर उनकी फोटो के साथ पेड़ लगाने की तस्वीरों को सोशल मीडिया पर साझा कर रहे हैं। हर कोई अपनी माँ के लिए पेड़ लगा रहा है, चाहे वो अमीर हो या गरीब, चाहे वो कामकाजी महिला हो या गृहिणी। इस अभियान ने सबको माँ के प्रति अपना स्नेह जताने का समान अवसर दिया है. ഒരാൾ തന്റെ അമ്മയുടെ പേരിൽ ഒരു തൈ നടുമ്പോൾ അത് കേവലം ഒരു സർക്കാർ പരിപാടി എന്നതിലുപരി ആ വ്യക്തിയോ കുടുംബമോ നെഞ്ചിലേറ്റുന്ന ജീവനുള്ള പ്രതീകമായി മാറുന്നു. ഈ ലളിതമായ ആശയത്തിലാണ് ക്യാമ്പയിന്റെ വിജയം. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, സാമൂഹിക സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി വലിയ മാറ്റത്തിന് കാരണമായി. തന്റെ വിദേശ പര്യടനങ്ങളിലും മൻ കി ബാത്ത് പരിപാടിയിലും പ്രധാനമന്ത്രി നിരവധി തവണയാണ് ഏക് പേഡ് മാ കെ നാം സംരംഭത്തെക്കുറിച്ച് പരാമർശിച്ചത്. വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ആവാസ വ്യവസ്ഥയുടെ വിഘടനം, വനപ്രദേശങ്ങളിലേക്കുള്ള കയ്യേറ്റം, വനമേഖലയിലെ റോഡുകൾ, റെയിൽവേ ലൈനുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വന്യമൃഗങ്ങളെ ജനവാസ മേഖലകളിലേക്ക് അടുക്കാൻ നിർബന്ധിതരാക്കുന്നു. ആന, കടുവ, പുലി, കാട്ടുപന്നികൾ, കുരങ്ങുകൾ, കാട്ടുപോത്തുകൾ തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുകയും വിളനാശത്തിനും മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവഹാനിക്കും കാരണമാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, വന്യജീവി ഇടനാഴികളുടെ സംരക്ഷണം, ശാസ്ത്രീയ ഭൂവിനിയോഗ ആസൂത്രണം, മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ശക്തമായ ജനപങ്കാളിത്തം, ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സമയബന്ധിതമായ നഷ്ടപരിഹാരം, വന്യജീവി നിരീക്ഷണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ എന്നിവ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയും പരിസ്ഥിതി പുനഃസ്ഥാപനവും ലക്ഷ്യമിട്ട് കേരളത്തിൽ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിത്തൂട്ട്. വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെയും കമ്പോസ്റ്റിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ സസ്യങ്ങളുടെ വിത്തുകൾ വനത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നു. ജൈവിക, അജൈവിക സമ്മർദ്ദങ്ങളാൽ ഇല്ലാതായ വൈവിധ്യം പുനഃസ്ഥാപിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾക്കിണങ്ങുന്ന രീതിയിലാണ് ഇതിനായി സസ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാട്ടുതീ ബാധിച്ച പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടായ മേഖലകൾ, വിദേശ അധിനിവേശ സസ്യങ്ങൾ പടർന്നു പിടിച്ച ഇടങ്ങൾ, തുറന്ന മേൽച്ചാർത്തുള്ള പ്രദേശം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായി കാണുന്ന തദ്ദേശീയ സസ്യ ഇനങ്ങളുടെ വിത്തുകളാണ് വനങ്ങളിൽ വിതറുക. വനമഹോത്സവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി ആകാശവാണി വാർത്തകളോട്. വൃക്ഷത്തൈകളുടെ നടിൽ ഉത്സവമാണ് വനമഹോത്സവം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് തടയുക, പുതിയത് വെച്ചുപിടിപ്പിക്കുക, പരിസ്ഥിതി അവബോധം വളർത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ വനമഹോത്സവം രാജ്യവ്യാപകമായി ഔദ്യോഗികമായി ആരംഭിച്ചത് 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യമന്ത്രിയായിരുന്ന ഡോക്ടർ KM മുൻഷിയാണ്.
കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് രാജ്യത്തെ ഹരിതവൽക്കരണം കൂട്ടുക, മണ്ണൊലിപ്പ് തടയുക, വനനശീകരണം കുറയ്ക്കുക, ഇതിനെല്ലാം വേണ്ടിയാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. വീടുകളിൽ, സ്കൂളുകളിൽ, ഓഫീസുകളിൽ എന്നിവിടങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്ന് മരങ്ങൾ നടുക, മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനത്തിനെ കുറിച്ച്, അവ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തി വരുന്നുണ്ട്. നമ്മുടെ സംസ്കാരം പ്രകൃതിയിൽ അധിഷ്ഠിതമാണ്. മരങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമാണ്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് കാടുകളെയും മരങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് വികസനത്തിന്റെ പേരിൽ നമ്മൾ ധാരാളം മരങ്ങൾ വെട്ടിമാറ്റുന്നു. ഇത് വരും തലമുറയ്ക്ക് വലിയ ദോഷം ചെയ്യും. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് നടുന്ന ഓരോ തൈയും നാളത്തേക്കുള്ളതാണ്. വനമഹോത്സവം നടക്കുന്ന ഈ വേളയിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മൾ നടത്തിവരുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസുകൾ, തൈനടൽ പരിപാടികൾ, പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്ന മാജിക് പരിപാടികൾ എന്നിവ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇത്രയും നല്ലൊരു ആഘോഷത്തിന്റെ ഭാഗമായി നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു പ്രതിജ്ഞ ചെയ്യാം. നമ്മളെല്ലാവരും ഒത്തുകൂടി നമ്മുടെ പ്രകൃതിയെയും പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കുമെന്ന്. ഈ വർഷം കേരളത്തിൽ മൺസൂൺ മഴയിൽ രേഖപ്പെടുത്തിയ വൻ കുറവ് പരിസ്ഥിതി സംരക്ഷണത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഗോള താപനവും വനനശീകരണവും നമ്മുടെ പച്ചപ്പിനെ കരിച്ചു കളയുമ്പോൾ മഴമേഘങ്ങളെ ആകർഷിക്കാനും ഭൂഗർഭജലം നിലനിർത്താനും മരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വനമഹോത്സവത്തിന്റെ ഭാഗമായി നാം നടുന്ന ഓരോ മരവും വരും വർഷങ്ങളിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ വീണ്ടെടുക്കാനും വറ്റിവരണ്ട ജലാശയങ്ങൾക്ക് ജീവൻ നൽകാനുമുള്ള ഏറ്റവും വലിയ പ്രകൃതിദത്ത പരിഹാരമാണ്. ഇന്ന് നാം നേരിടുന്ന കടുത്ത ജലദൗർലഭ്യത്തിനും പവർ കട്ടിനും പ്രധാന കാരണം മഴയുടെ കുറവാണ്. ഈ മഴക്കുറവിലേക്ക് നയിക്കുന്നതാകട്ടെ വനനശീകരണവും. വനമഹോത്സവത്തെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിയായി മാത്രം കാണരുതെന്ന ആഹ്വാനവുമായാണ് കേന്ദ്ര സർക്കാർ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. നട്ടുപിടിപ്പിക്കുന്ന ഓരോ തൈയും ഒരു വലിയ വൃക്ഷമായി വളരുന്നതുവരെ അതിനെ പരിചരിക്കുന്നതിലാണ് ഇത്തരം പരിപാടികളുടെ യഥാർത്ഥ വിജയമുള്ളത്. വിദേശ ഇനം മരങ്ങൾക്ക് പകരം തദ്ദേശീയ സസ്യങ്ങൾക്ക് മുൻഗണന നൽകണം. കൂടാതെ പ്രാദേശിക പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്തു വേണം തൈകൾ നടാൻ. വിദ്യാലയങ്ങൾ, കോളേജുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്കെല്ലാം ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. നാം നടുന്ന ഓരോ മരവും വരും തലമുറയ്ക്കായി ശുദ്ധമായ വായു, മികച്ച പരിസ്ഥിതി, വർദ്ധിച്ച ജൈവ വൈവിധ്യം, സുരക്ഷിതമായ കാലാവസ്ഥ എന്നിവ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് നമ്മുടെയെല്ലാം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് വനമഹോത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും പാരിസ്ഥിതിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെയും ഉപജീവനത്തെയും ഒരുപോലെ താങ്ങി നിർത്തുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ന് നാം നടുന്ന ഓരോ മരവും ഹരിതാഭവും സുരക്ഷിതവുമായ ഒരു നാളേക്കുള്ള വാഗ്ദാനമാണ്. പ്രകൃതിയെ അമ്മയായി കാണുന്ന കവിതകളും കഥകളും പഠിച്ചു വളർന്ന മലയാളികളെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഏക് പേഡ് മാ കെ നാം പോലുള്ള സംരംഭങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ പ്രശസ്തമായ വരികൾ ഈ അവസരത്തിൽ സ്മരിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. വനമഹോത്സവം പ്രകൃതി സംരക്ഷണത്തിനായുള്ള ജനകീയ ഉത്സവം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ.